ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക. ഇതിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട്. അത് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇവിടെ കിട്ടുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വൈബ്രേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആര് തന്നെ ആയാലും, മെയിലായാലും ഫീമെയിൽ ആയാലും, നിങ്ങൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു സോളാണ് എന്നാണ്. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പവേഴ്സ് ഉണ്ടാകാം. അതായത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സൈക്കിക് നോളജ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പവർ ഉണ്ടാകാം. അതുമല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുമാകാം. ആ രീതിയിലുള്ളൊരു പവറുമാകാം. ഇവിടെ കാണുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകാൻ പോവുകയാണ് എന്നാണ്. അതായത് നിങ്ങളിൽ ചില വ്യക്തികൾ സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവാം. പ്രതിസന്ധികളുടെ നടുവിലാകാമുള്ളത്. ഒരുപാട് നെഗറ്റീവ് ചിന്തകളിൽ ഇത് കാരണം പെട്ടുപോയിട്ടുമുണ്ടാകാം. വളരെ കാലമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളാൽ കഴിയുന്ന രീതിയിലെല്ലാം തന്നെ നിങ്ങൾ എഫേർട്സ് ഇടുന്നുമുണ്ടാകാം. എന്നിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ ഫൈനലി നിങ്ങളിൽ നടത്തിയ ഇന്നർ വർക്ക്സ് ആയാലും, അല്ലെങ്കിൽ നിങ്ങളുടെ പരിശ്രമങ്ങളായാലും, ഒരു ദിവസം പോലും നിങ്ങൾ നിർത്താതെ ചെയ്ത, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യമായാലും, ആ കാര്യങ്ങളിലൊക്കെയും ഇന്ന് നിങ്ങൾക്ക് ഫലം ലഭിക്കാൻ പോവുകയാണ്. ആ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഫലം നൽകാനായിട്ടിരിക്കുകയാണ്. നിങ്ങൾ സാമ്പത്തികം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ലക്ഷ്മി ദേവിയുടെ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് ഇവിടെ കാണാം. അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെ അത് സംഭവിക്കുകയും ചെയ്യാം. അതുപോലെ സ്പിരിറ്റ് വേൾഡിൽ നിന്നും നിങ്ങൾക്കായിട്ട് കുറച്ച് മെസ്സേജസ് വരുന്നതായിട്ട് ഇവിടെ കാണാം. അതായത് നിങ്ങളിപ്പോഴും ഒരു റീബർത്തിൻ്റെ പ്രോസസ്സിലാണ്. അതായത് നിങ്ങളുടേതൊരു പുനർജന്മമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ജീവിതത്തിലെ തന്നെ രണ്ടാമത്തെ ഒരു ജന്മമാണ്, പുതിയതായിട്ടൊരു ജന്മം എടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ ഒന്നുകൂടി വീണ്ടും ജനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് എന്ന് കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവർ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം എന്ത് തന്നെ ആയാലും, അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ഉയർച്ചയും താഴ്ചകളും, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു അസ്വസ്ഥതകളും, ചിലപ്പോൾ നിങ്ങളുടെ പലരുടെയും ശരീരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടാകാം. ചിലർക്ക് ചില രക്തസംബന്ധമായ ബുദ്ധിമുട്ടുകളാകാം. ഇവിടെ നിങ്ങളുടെ DNA ആക്ടിവേറ്റ് ആകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പഴയ ആ ഒരു DNA പാറ്റേൺ, അതായത് നിങ്ങളുടെ പൂർവികന്മാരുടെ, അതായത് ഭയത്തിൻ്റെ, കുറ്റബോധത്തിൻ്റെ, ഇൻസെക്യൂരിറ്റിയുടെ ഒക്കെ എനർജിയിൽ നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു പാറ്റേൺ മാറിയിട്ട് പുതിയ ഒരു രീതിയിലേക്ക് അത് മാറുകയാണ്. നിങ്ങളുടെ തന്നെ ചില പൂർവികന്മാർ തെറ്റായിട്ടുള്ള പല കർമ്മങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാകാം. അതേ തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ നിങ്ങളുടെ DNAയിലും വന്നിട്ടുണ്ടാവാം. ആ ഒരു വംശപരമ്പര അല്ലെങ്കിൽ അതുവഴി ഇതുപോലുള്ള തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ നിങ്ങളിൽ എത്തപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികന്മാരിൽ ഉണ്ടായിരുന്ന, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന കുറവുകളോ ഇൻസെക്യൂരിറ്റീസോ, അന്നത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകളോ, അല്ലെങ്കിൽ ആരെങ്കിലാലും ചതിക്കപ്പെട്ടപ്പോൾ അവരിലുണ്ടായ ആ ഒരു ചിന്തകളോ അനുഭവങ്ങളോ, ആ ഒരു സമയത്ത് അവരിലുണ്ടായ ഫീലിങ്സും ഇമോഷൻസും എല്ലാം വംശപരമ്പര വഴി നിങ്ങളുടെ DNAയിലും വന്നിട്ടുണ്ടാവാം. അന്ന് അവർക്കുണ്ടായ ആ ഒരു ഇമോഷൻസും ഫീലിങ്സും എല്ലാം തന്നെ, അതിൻ്റെ എല്ലാം തന്നെ ഒരു ശുദ്ധീകരണം നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാവാം നിങ്ങളിൽ പലർക്കും ത്വക്ക് സംബന്ധമായതോ അല്ലെങ്കിൽ രക്തസംബന്ധമായതോ ഒക്കെ ആയിട്ടുള്ള ചില ലക്ഷണങ്ങൾ നിങ്ങളുടെ ത്വക്കിൽ കൂടി, നിങ്ങളുടെ ശരീരത്തിൽ കൂടി നിങ്ങൾക്ക് കാണിക്കുന്നത്. അതായത് മുഖക്കുരു പോലെയോ, അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന കഠിനമായിട്ടുള്ള ഒരു ചൊറിച്ചിലോ, അല്ലെങ്കിൽ
ത്വക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ ആ രീതിയിലുള്ള എനർജീസ് ആർക്കൊക്കെയോ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള ഒരു കറുത്ത പാടുകൾ, ഇതൊക്കെ ആർക്കാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഉള്ളതായിട്ട് ഉള്ള എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഉണ്ടാവുന്നത് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പരമ്പരയിൽ നിന്നും ഉണ്ടായ ആ ഒരു നെഗറ്റിവിറ്റി പുറത്ത് കാണിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ത്വക്കിൽ കൂടി പുറത്ത് വരുന്നതാണ്. നിങ്ങളുടെ പൂർവികന്മാരിൽ നിന്നുള്ള മുൻപ് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാകാം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അന്ന് അവർ ചതിക്കപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടായ ആ ഒരു ഇൻസെക്യൂരിറ്റീസോ അതൊക്കെ പരമ്പര വഴി നിങ്ങളിലേക്ക് ലീനേജ് വഴി വന്നതാകാം. അങ്ങനെയാകാം. നിങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള ഇന്നർ വർക്ക് ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ നിങ്ങളിൽ എനർജി ഹീലിംഗ് നടത്താതിരുന്നാൽ, മെഡിറ്റേറ്റ് ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും പ്രാർത്ഥിക്കാതിരുന്നാൽ, പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നാൽ നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ ഒരു സ്റ്റക്ക് എനർജി അത് ഇതേ രീതിയിൽ പുറത്തു വരാനായിട്ട് ശ്രമിക്കും. ത്വക്കിൽ ചുമന്ന കളറ് റാഷസ് വരിക, സോറിയാസിസ് പോലുള്ള ആ രീതിയിലുള്ള എനർജിയൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇത് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അടക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇമോഷൻസ്, സങ്കടമായാലും ദേഷ്യമായാലും കുറ്റബോധമായാലും അത് നിങ്ങൾ അടക്കി വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ എനർജി ഹീല് ചെയ്യാതിരുന്നാൽ ഈ രീതിയിൽ അവ പുറത്ത് പ്രത്യക്ഷപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് നിങ്ങളെ ആദ്യം ഹീല് ചെയ്യാൻ എപ്പോഴും ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കാൻ പറയുന്നത്. അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇവയൊന്നും നിങ്ങളെ അത്രത്തോളം ബാധിക്കില്ല. നിങ്ങൾ ഹയർ ഫ്രീക്വൻസിയിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ അത്രത്തോളം ബാധിക്കില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഹീലിംഗ് പവറുണ്ട്. നിങ്ങളിൽ ചിലർ ഹീലേഴ്സ് ആകാം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും പല ആൾക്കാർക്കും നിങ്ങളൊരു ആശ്വാസമാകാം. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടാകാം. പല ആൾക്കാർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ സമാധാനം ലഭിക്കുന്നുണ്ടാവാം. അതൊക്കെയും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഹീലിംഗ് പവർ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഭയത്തിൻ്റെ എനർജി ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഭയത്തെയൊക്കെ ഇന്നർ വർക്ക് ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ശക്തിയാക്കി മാറ്റാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. ചിലരൊക്കെ ഇതിനകം മനസ്സിലാക്കി ആ ഒരു ഭയത്തെയൊക്കെ നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റിയിട്ടുണ്ടാകാം. അതുപോലെ ഈ ഒരു റീഡിംഗ് കാണുന്ന വ്യക്തികളിൽ ഡിവൈൻ ഫെമിനിൻ എനർജിയും ഡിവൈൻ മസ്കുലീൻ എനർജിയും ഉണ്ട് എന്നെനിക്കിവിടെ കാണാം. നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വർക്കിൽ കൂടി, അല്ലെങ്കിൽ നിങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളിൽ കൂടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്ത് കുറവായിരുന്നാലും, നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഭയം അത് എന്ത് തന്നെ ആയാലും, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ആയാലും, നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നത് ഒരു ധൈര്യമില്ലായ്മയായിരുന്നാലും, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായാലും, എന്ത് തന്നെ ആയാലും നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ഹീല് ചെയ്ത് നിങ്ങളുടെ ശക്തിയിലേക്ക്, അല്ലെങ്കിൽ അബണ്ടൻസിൻ്റെ എനർജിയിലേക്ക് നിങ്ങളെ മാറ്റിയതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ആ ഒരു പ്രോസസ്സിലാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഈ കാര്യങ്ങൾ ഇതിനകം ചെയ്ത വ്യക്തികളുടെ പൂർവികന്മാരും അല്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പൂർവികന്മാരും എല്ലാം ഇത് തന്നെയാണ് ആഗ്രഹിച്ചത്. ആ വ്യക്തികളുടെ പൂർവികന്മാർ ഇപ്പോഴും വളരെയധികം സംതൃപ്തരാണ്. കാരണം അവർ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്. കാരണം അവർക്ക് പറ്റിപ്പോയ തെറ്റുകൾ, അല്ലെങ്കിൽ അവരിൽ കൂടി നിങ്ങളിൽ വന്ന കാര്യങ്ങൾ, അതെല്ലാം തന്നെ നിങ്ങൾ ഹീല് ചെയ്യുക. ഇനിയുള്ള തലമുറകൾ അതൊന്നും തന്നെ അനുഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ ലൂപ്പ് ഹോളിൽ പെട്ട് കിടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ പൂർവികന്മാർ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ എനർജിയെ ഇന്നർ വർക്കിൽ കൂടി ഹീല് ചെയ്യുക. നിങ്ങൾ ലോ വൈബ്രേഷനിൽ നിന്നും ഹയർ വൈബ്രേഷനിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു തലമുറയെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വംശാവലിയെ ഹീല് ചെയ്യുന്നതിനായിട്ട് നിങ്ങളെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മുൻപ് എത്ര ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പൂർവികന്മാർ നേരിടേണ്ടി വന്നുവോ ആ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾ നേരിടേണ്ടതായിട്ട് വരരുത്. ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് ചെല്ലാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കാരണം ഇനി വരുന്ന തലമുറകളായിരിക്കേണ്ടത് ആ ഒരു ഹയർ വൈബ്രേഷനിൽ ആയിരിക്കണം. നിങ്ങൾ വഴി
ഇനി വരുന്ന തലമുറ ഹയർ വൈബ്രേഷനിൽ നിൽക്കുന്നവർ ആയിരിക്കും എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അത് നിങ്ങളിൽ കൂടി അവരുടെ DNA കടക്കും. ഇത് ഡിവൈൻ ഫെമിനിൻ അല്ലെങ്കിൽ ഡിവൈൻ മസ്കുലിന് വേണ്ടിയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ സ്പിരിച്വലിയൊക്കെ അവേക്കൻഡ് ആകാം. ഒരു പവിത്രമായിട്ടുള്ളൊരു ആത്മാവ് ഈ ഒരു ഭൂമിയിലേക്ക് വരാനായിട്ട് ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു പവിത്രമായിട്ടുള്ള ഒരു വൂമ്പ് അല്ലെങ്കിൽ ആ ഒരു ഗർഭാശയം അതിന് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഫെമിനൈൻ മസ്കുലൈൻ നിങ്ങളുടെ റൂട്ട് ചക്ര, സാക്രൽ ചക്ര ഹീലാക്കുക എന്ന് ഇവിടെ ഒരു മെസ്സേജ് ലഭിക്കുന്നത്. എങ്കിലായിരിക്കും ആ ഒരു പവിത്രമായിട്ടുള്ള ഒരു സോളിന് വരാനായിട്ട് സാധിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും ചില ആൾക്കാർക്കുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ സാക്രൽ ചക്ര, റൂട്ട് ചക്ര നിങ്ങൾ ഹീൽ ചെയ്യുക. പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ശാരീരിക ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എല്ലാ എനർജീസിനെയും അല്ലെങ്കിൽ ആ ഓർമ്മകളെയും ഒക്കെയും തന്നെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക. കാരണം അതെല്ലാം കഴിഞ്ഞുപോയി. നിങ്ങളെ സ്വയം കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ നിർത്തുക. നിങ്ങളെ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോയ ഒരുപാട് തെറ്റുകളുണ്ടാകാം. കൂടുതലും അറിയാതെ ചെയ്തു പോയ തെറ്റുകളാകാം. നമ്മളെ കർമ്മത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചോ അറിയുന്ന സമയത്ത് പിന്നെ നമ്മൾ തെറ്റുകളൊന്നും ചെയ്യില്ല. ഇപ്പോഴാണ് അല്ലെങ്കിൽ ഇന്നാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടായത്. അറിയാതെ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ ക്ഷമിക്കുക. അത് റിലീസ് ചെയ്ത് കളയുക. ആ എനർജീസിനെ എല്ലാം തന്നെ റിലീസ് ചെയ്ത് കളയുക. നിങ്ങൾ ബ്ലെയിം നിങ്ങളെ ചെയ്യാതിരിക്കുക. ആ ഒരു ബ്ലെയിമിൽ, ഗിൽറ്റിൽ നിൽക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടാകാം, അത് ഓക്കെ. പക്ഷേ ആ ഒരു ഗിൽറ്റിൽ, ആ ഒരു ബ്ലെയിമിൽ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാതിരിക്കുക. മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് തന്നെ മാപ്പ് കൊടുക്കുക. നിങ്ങളുടെ ഉള്ളിലോട്ട് അങ്ങനെയുള്ള എനർജീസ് എന്തെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ റിലീസ് ചെയ്യുക. പ്രത്യേകിച്ചും കാർമിക്സിൻ്റെ എനർജീസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക. സ്വയം നിങ്ങൾ മാപ്പ് കൊടുക്കുക. ഗിൽറ്റിൽ നിൽക്കാതിരിക്കുക. കാരണം ഇവിടെ ലഭിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഈ ഒരു റീഡിംഗ് കാണുന്ന ചില വ്യക്തികൾക്ക് മൾട്ടിപ്പിൾ അഫയേഴ്സ് ഉണ്ടായിരുന്നിരിക്കാം, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടായിരുന്നതായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നിരിക്കാം. എന്നിട്ട് അയാളുമൊത്ത് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ വന്നിട്ടുണ്ടാകാം. അപ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു എനർജി അബ്സോർബ് ആയിട്ടുണ്ടാവാം. കാരണം പ്രത്യേകിച്ചും നിങ്ങൾ ഇങ്ങനെ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുമ്പോൾ ഈ ഒരു സെക്ഷൽ എനർജി എന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ളൊരു എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഊർജ്ജമാണ്. അപ്പോൾ നമ്മൾ അത്രയും പവിത്രമായിട്ടുള്ള ആൾക്കാരുമൊത്ത് വേണം നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകേണ്ടത്. ഒരുപാട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്ണർ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നൊരു വ്യക്തിയുമൊത്തുള്ള ഒരു ഇൻറ്റിമേറ്റ് അങ്ങനെയൊക്കെ ആവുമ്പോൾ ആ ഒരു ഊർജ്ജം നിങ്ങളുടെ ഉള്ളിലും കടക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുമ്പോൾ അത് നല്ലതായിരിക്കില്ല. അതെല്ലാം തന്നെ നമ്മൾ റിലീസ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. ആ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ റിലീസ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. കാരണം അത് അത്രയും പവിത്രമായിട്ടുള്ളൊരു ഊർജ്ജമാണ്. നമ്മൾ ഏതൊരു വ്യക്തിയൊത്തുമാണോ ആ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുന്നത്, അങ്ങനെ ആരായാലും ആ ഒരു വ്യക്തിയും അത്രയും പവിത്രമായിട്ടുള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കണം, അല്ലേ? ആ വ്യക്തിയും നിങ്ങളെപ്പോലെ തന്നെ ഹയർ വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. കാരണം നിങ്ങളൊരു സാധാരണ ഒരു ജേർണിയിലല്ല ഇപ്പോഴുള്ളത്, നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണ് ഉള്ളത്. അപ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അത് സാധിക്കില്ല. നിങ്ങൾ വെക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇൻറ്റൻഷൻ അത് മാറിപ്പോയാലോ നിങ്ങളുടെ ഈ ഒരു ജേർണിയെ പൂർണ്ണമായിട്ട് തന്നെ അത് ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും ഡിസ്ട്രാക്റ്റ് ചെയ്ത് കളയും. നിങ്ങളുടെ പാസ്റ്റിൽ എന്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നാലും അത് ഓക്കെ, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. പലതും നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്, പ്രശ്നമില്ല. അതെല്ലാം തന്നെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച വ്യക്തികളാകാം, അല്ലെങ്കിൽ നിങ്ങൾ കാരണമാകാം, നിങ്ങളുടെ എന്തെങ്കിലും തെറ്റാകാം, എന്ത് തന്നെ ആയാലും പ്രശ്നമില്ല. അതെല്ലാം തന്നെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. പക്ഷേ നിങ്ങളെ ഹീല് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെ ഹീല് ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന, നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇമോഷൻസിനെ എല്ലാം തന്നെ നിങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങളെ ഹീല് ചെയ്യുക. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ഹീല് ചെയ്യുക.
ഹീല് ചെയ്ത ശേഷം പിന്നെ ഒരിക്കലും ആ ഒരു തെറ്റുകൾ വീണ്ടും ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതേ സിറ്റുവേഷനിൽ വീണ്ടും വീണ്ടും വരാം. വീണ്ടും വീണ്ടും ഈ ഒരു ഭൂമിയിൽ വന്ന് ജനിക്കാം. വീണ്ടും വീണ്ടും ഇതുപോലുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടാം. നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക്, ആ ഒരു തെറ്റുകൾ തിരുത്തുന്നത് വരെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതേ കാര്യങ്ങൾ റിപ്പീറ്റായി വന്നേക്കാം. നിങ്ങൾ മനസ്സിലാക്കുന്നത് വരെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് വരെ, പഠിക്കുന്നത് വരെ ഒക്കെയും ഇത് സൈക്കിള് പോലെ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കാം. അതുകൊണ്ട് ഹീല് ചെയ്തതിന് ശേഷം നിങ്ങൾ അതേ മിസ്റ്റേക്സ് പിന്നെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം ഇന്ന് നിങ്ങൾ അറിവുള്ളവരാണ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് അറിവുകളുണ്ട്. നിങ്ങൾ പഴയതുപോലെ അല്ല നിങ്ങളിന്ന്. പ്രത്യേകിച്ചും കുറേ നാളായിട്ട് ചില കർമാസ് ബ്രേക്ക് ചെയ്ത് കളയണം, നിർത്തണം എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികൾക്കുള്ള ഒരു മെസ്സേജാണിത്. നിങ്ങളെ തന്നെ ഹീല് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താണ് ശരി, എന്താണ് തെറ്റ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് ഡിസ്ട്രാക്റ്റായി പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിൽ ചില സ്പിരിച്വൽ ഈഗോസ് ഉള്ളതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചും ചില വ്യക്തികൾക്കുള്ള മെസ്സേജാണ്. അതായത് ഇവരുടെ ഉള്ളിൽ സ്പിരിച്വൽ പവേഴ്സും ഉണ്ട്, അതേസമയം സ്പിരിച്വൽ ഈഗോയും ഉണ്ട്. ഈ വ്യക്തികൾ ചിന്തിക്കുന്നത് അവർ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരിയാണ് എന്നാണ്. ആ ഒരു കാര്യം എന്ത് തന്നെ ആയാലും അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്പിരിച്വൽ ജേണിയെ തന്നെ അത് ബാധിച്ചേക്കാം. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.